ശ്രീ നജീബ് കാന്തപുരം. നമ്മുടെ നാട്ടിൽ പൊതുവെ ആസ്പത്രികളുടെ ബെഡുകളുടെ അടിസ്ഥാനത്തിലാണ് സൗകര്യങ്ങളെല്ലാം നൽകാറുള്ളത്. പക്ഷേ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഡിസ്പാരിറ്റി നിലനിൽക്കുകയാണ്. കാരണം ബെഡുകളുടെ എണ്ണം വളരെ കുറവാണ്, ജനസംഖ്യാനുപാതികമായിട്ട് ബെഡുകളില്ല. ബഹുമാനിയായ മന്ത്രിയോട് ആവശ്യപ്പെടുന്നത് ജനസംഖ്യാനുപാതികമായി ബെഡുകൾ അനുവദിച്ച് നമ്മുടെ താലൂക്ക് ജില്ലാ ആസ്പത്രികളുടെ നവീകരണത്തിന് വേണ്ടി ഒരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. യെസ് മിനിസ്റ്റർ. സർ, മലപ്പുറം ജില്ലയിൽ താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രിയുടെ സന്ദർശനങ്ങളുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രികളും, ജില്ലാ ആശുപത്രിയും ജനറൽ ആശുപത്രിയും ഒക്കെ അടുത്തിടെ സന്ദർശിച്ചിരുന്നു. ബഹുമാനപ്പെട്ട MLA പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെ ഞാൻ സന്ദർശനം നടത്തിയിരുന്നു. സർ, പല ആരോഗ്യ കേന്ദ്രങ്ങളും പഴയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ബോർഡ് മാറ്റിവെച്ച് താലൂക്ക് ആശുപത്രികളാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഒരു സൗകര്യങ്ങളിൽ നിലനിൽക്കുന്ന ആശുപത്രികളാണ് ഉള്ളത്. സർക്കാർ കാണുന്നത് ആർദ്രം മിഷനിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രി തലം മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സകൾ ലഭ്യമാക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ താലൂക്ക് ആശുപത്രി, അവിടെ നമ്മൾ പുതിയൊരു കെട്ടിടം അവിടെ പണിയുന്നുണ്ട്. അപ്പോൾ ആശുപത്രികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് തന്നെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഈ താലൂക്ക് ആശുപത്രി സന്ദർശനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ കൂടി നമുക്കത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു പൊതുസമൂഹം കൂടി അതിന് വലിയ പിന്തുണ നൽകാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം എല്ലാ ആശുപത്രികളിലും നമുക്ക് ഡയാലിസിസ്, അതായത് ഡയാലിസിസ് ഇല്ലാത്ത ആശുപത്രിയിൽ ഡയാലിസിസ് സൗകര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രി 3000-4000 ആളുകളാണ് ഒരു ദിവസം അവിടെ OP എത്തുന്നത്. ഒരു മെഡിക്കൽ കോളേജിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ആശുപത്രികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആശുപത്രികളിൽ പുതുതായി കൂടുതൽ സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് 8000-ലധികം കോടി രൂപയാണ് കിഫ്ബിയിലൂടെ ആശുപത്രികളുടെ വികസനത്തിന് വേണ്ടി, അതായത് വർഷങ്ങൾക്ക് മുൻപ് നമുക്കത് ചിന്തിക്കുക പോലും കഴിയുമായിരുന്നില്ല. അത്യാധുനിക രീതിയിലുള്ള OP സംവിധാനങ്ങളാണ്, IP സംവിധാനങ്ങളാണ് ആശുപത്രികളിൽ ഒരുങ്ങുന്നത്. ബഹുമാനപ്പെട്ട MLA-യുടെ നിയോജക മണ്ഡലത്തിൽ വരുന്ന പെരിന്തൽമണ്ണ ആശുപത്രിയിലും അതിന് തക്കവണ്ണമുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്നുള്ളത് മാത്രമല്ല, സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി, പ്രോപ്പറായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി പ്രാദേശികമായും നടത്തേണ്ടതായിട്ടുണ്ട്.